രഞ്ജി, എന്ത് പറ്റി രഞ്ജി? എന്താ രമേശുമായി പിണങ്ങി? പിന്നെന്തിനാ കരഞ്ഞത്? മേട്ടൻ വഴക്ക് പറഞ്ഞു. പിന്നെ ഇന്ന് രമേശനെ കണ്ടില്ലേ? കണ്ടു. സംസാരിച്ചില്ലേ? രമേശിന് സംസാരിക്കാൻ മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയിരിക്കുന്ന ചിത്രേ. സാരമില്ല മോളെ, എല്ലാ പുരുഷന്മാരും അങ്ങനെയാ. പക്ഷെ വിജയൻ അങ്ങനെയല്ലല്ലോ. ഈ നട്ടുച്ചയ്ക്ക് എവിടെ പോയിരുന്നു? വിമലയുടെ വീട്ടിൽ. എന്നോട് വേണോ അരുന്ധതി ഈ പച്ചക്കള്ളം, അതും ഈ പട്ടാപ്പകൽ? വേണ്ട വേണ്ട, ആദ്യം പറഞ്ഞ ചെറിയ കള്ളത്തെ രക്ഷിക്കാൻ ഒരുപാട് വലിയ കള്ളങ്ങൾ പറയേണ്ടി വരും. സ്നേഹമുള്ളവരോട് കള്ളം പറയരുത് അരുന്ധതി, ഒരിക്കലും. വിമല ഹോസ്റ്റലിലാണെന്ന് അരുന്ധതി പറഞ്ഞത് എനിക്കറിയാം. അതോ മറ്റൊരു കള്ളമാണോ അത്? ഐ ആം സോറി. ഇങ്ങനെ ചില വാക്കുകളില്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ വലഞ്ഞേനെ, അല്ലേ അരുന്ധതി? ടേക്ക് ഇറ്റ് ഈസി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ കരുതി എന്നെ കണ്ടു കാണില്ലെന്ന്. വേണ്ടപ്പെട്ടവരെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ എളുപ്പം തിരിച്ചറിയും. അരുന്ധതിയെ പോലെ കണ്ടാലും കണ്ടമട്ട് കാണിക്കാതെ കടന്നു പോകാൻ എനിക്കാവില്ല. മാത്രമല്ല, അവരുമൊത്ത് മുട്ടിക്കൂടി കഴിയുന്നതിന്റെ സുഖമല്ലേ സുഖം. ഇനി ഞാൻ എന്തെങ്കിലും വേണോ? ദേ, ഇവിടെ അല്പം സ്ഥലമുണ്ട്. അരുന്ധതിക്ക് മതിയാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര തടിച്ചാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, അരുന്ധതി വരുന്നുണ്ടോ? നോ താങ്ക്സ്. അവൻ വീണ്ടും വന്നല്ലോ. നമുക്കിടയിൽ വേണോ അരുന്ധതി ഇത്തരം ഭംഗിവാക്കുകൾ? ഐ ആം സോറി. അപ്പൊ വരുന്നില്ലല്ലോ. എനിക്ക് പേടിയാണ്. ഇത് മറ്റൊരു കള്ളം അല്ല, സത്യമായും പേടിയാണ്. അതിനെന്താ, ഞാനില്ലേ? കല്ലോ മുള്ളോ തട്ടാതെ, തെല്ലും കേടുപറ്റാതെ ഒരു പൂ പോലെ ഞാൻ അരുന്ധതിയെ കൊണ്ടുപോകും. ഇതെന്താ പുഷ്പവിമാനമാണോ? There you are. കേറുമണേ. അരുന്ധതി എന്നോടൊപ്പമുണ്ടെന്ന കാര്യം ഈ നിമിഷത്തിൽ പോലും അവിശ്വസനീയമായി തോന്നും. അരുന്ധതിയോട് പങ്കിടുന്ന ഈ നിമിഷങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വിലയുണ്ട്. കമൽ, എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. ഭയമില്ലാത്ത നിമിഷങ്ങൾ സമ്മാനിക്കാൻ എനിക്ക് കഴിയും അരുന്ധതി, ജീവിതവും.
അരവിന്ദൻ എന്താ റിസർച്ച് മടുത്തോ? ഏതോ പ്രൈവറ്റ് കോളേജിൽ ജോലിക്ക് ശ്രമിക്കുന്നു എന്ന് കേട്ടു. ആരോ പറഞ്ഞു. നർമ്മതയാണെന്ന് തോന്നുന്നു. ജോലി കിട്ടിയാ കൊള്ളാമെന്ന് ഇപ്പൊ തോന്നുന്നു. ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലെക്ചറർ പോസ്റ്റ് ഉണ്ട്. അരവിന്ദിന് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യൂ. ആ പ്രൈവറ്റ് കോളേജ് അരവിന്ദിന് പറ്റിയതാണെന്ന് തോന്നുന്നില്ല. ശരിയാണ് സാർ, ഞാൻ അപ്ലൈ ചെയ്യാം. സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ലൈബ്രറി ബുക്കുകളിലെ ചാപ്റ്ററുകൾ പകർത്തി എഴുതി തീസിസ് സമർപ്പിക്കുന്നവർക്ക് ഡോക്ടറേറ്റ് ലഭിക്കുമ്പോൾ വെറുതെ എന്തിനു മെനക്കെടണം, അല്ലേ? അരവിന്ദിനെ പോലെയുള്ള വിദ്യാർത്ഥികളെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. മിഷിമയുടെ നോവലുകളിലെ മൃത്യുദാഹത്തെക്കുറിച്ചുള്ള ആ സ്റ്റഡി ഞാൻ വായിച്ചു. നന്നായിരിക്കുന്നു അരവിന്ദൻ, നല്ല ഡെപ്ത് ഉണ്ട്. എന്താ മരണത്തോട് ഇത്ര ആഭിമുഖ്യം? നിനക്ക് എന്ത് പറ്റി കുട്ടി? എനിക്ക് മടുത്തു ചേട്ടാ, എനിക്ക് മടുത്തു. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ നീ പറയുന്നത്? എനിക്കിനി കോളേജിൽ പോകാൻ വയ്യ. എന്താണെന്ന് ചേട്ടൻ എന്നോട് ചോദിക്കരുത്. നിനക്ക് നിന്റേതായ കാരണങ്ങളുണ്ടാവും. ഞാൻ നിന്നെ തടയുന്നില്ല. വീട്ടിലേക്ക് പോയിക്കോളൂ. Utilization of elf money. എന്താ മോൾ ഇത്ര പെട്ടെന്ന്? നീ എന്താ തനിച്ചു വന്നേ? അടുത്ത ആഴ്ചയല്ലേ നിന്റെ എക്സാമിനേഷൻ? ഞാൻ പരീക്ഷ എഴുതുന്നില്ല, ഇനി കോളേജിൽ പോകുന്നുമില്ല. ഈ വീടിന് എന്തോ ശാപം ഏറ്റിരിക്കുന്നെന്നും തോന്നുന്നു. സ്വയം വിളിച്ചു വരുത്തുന്ന ശാപം. നിനക്ക് എന്നോട് ദേഷ്യമില്ലേ സീതേ?
നീ എത്ര സുന്ദരിയായിരിക്കുന്നു. കുഞ്ഞുണ്ണിപ്പിള്ള സാർ ഇന്നും വന്നിരുന്നു. മാഷക്ക് നടക്കാൻ പോലും വയ്യ. ആ പോണം. പോവില്ല. പോണമെന്ന വിചാരം ഉണ്ടെങ്കിലല്ലേ. മനുഷ്യനായ നന്ദി വേണം. സമയമില്ലാത്തത് കൊണ്ടാണമ്മേ. അതെ അതെ, ഭാണവും കൊണ്ട് ഓരോരുത്തന്മാര് വരുന്നതും അവന്മാരെ കൊണ്ട് നടക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ സമയമുണ്ട്. നിന്നെ അവന്മാര് മണ്ടനാക്കുകയാണ്. ഹോ! അരുന്ധതി